ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുടുംബശ്രീയിൽ വിവിധ തസ്തികകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അക്കൗണ്ടൻറ്റ്, സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ, മാനേജർ IT ആൻഡ് MIS പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തിരുവനന്തപുരം കുടുംബശ്രീ CDSകളിൽ വന്നിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലങ്ങളിലുള്ള അമ്പൂരി കുടുംബശ്രീ CDS ഭരണസമിതിയിലാണ് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് വേക്കൻസി വന്നിട്ടുള്ളത്. അമ്പൂരി കുടുംബശ്രീ CDSന് കീഴിലുള്ള അയൽക്കൂട്ട അംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമായ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്ന ജില്ലയിലെ സ്ഥിര താമസക്കാരായിരിക്കണം. എന്നാൽ മറ്റ് ജില്ലകളിൽ CDS അക്കൗണ്ടന്റ് സേവനം അനുഷ്ഠിക്കുന്നവർക്ക് ഈ നിബന്ധന ബാധകമല്ല. അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അയൽക്കൂട്ടത്തിലെ അംഗമോ അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. ആശ്രയ കുടുംബാംഗം, ഭിന്നശേഷി വിഭാഗക്കാർക്കൊക്കെ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള BCom ബിരുദവും ടാലിയുമാണ്. കൂടാതെ MS ഓഫീസ്, ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസിലുള്ള കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അക്കൗണ്ടിങ്ങിലുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള BCom ബിരുദവും കൂടാതെ അക്കൗണ്ടിങ്ങിലുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 20-നും 35-നും മധ്യയാണ്. നിലവിൽ കുടുംബശ്രീ CDSകളിൽ അക്കൗണ്ടൻ്റായി പ്രവർത്തിച്ചവർക്ക് 45 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിയമന രീതി വരുന്നത് 1 വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലാണ്. സെലക്ഷൻ പ്രോസസ്സ് എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുക. ശമ്പളം പ്രതിമാസം 12,000 രൂപയാണ് ലഭിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 11/11/2022 വൈകുന്നേരം 5 മണി വരെയാണ്. ഇനി ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. 200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അപ്പോൾ പരീക്ഷാ ഫീസ് നിങ്ങൾ ജില്ലാ മിഷൻ കോർഡിനേറ്റർ തിരുവനന്തപുരം ജില്ലയുടെ പേരിൽ മാറാവുന്ന DD ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നിങ്ങൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അപേക്ഷയ്ക്കൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും, ആശ്രയ കുടുംബാംഗം അല്ലെങ്കിൽ ഭിന്നശേഷി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ SC അല്ലെങ്കിൽ ST എന്നിവ തെളിയിക്കുന്ന രേഖകളും ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഡിമാൻഡ് ഡ്രാഫ്റ്റും അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ്. അപ്പോൾ അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതില്ല. അപ്പോൾ പൂരിപ്പിച്ച അപേക്ഷാ ഫോം നിങ്ങൾ ബന്ധപ്പെട്ട അയൽക്കൂട്ടത്തിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തിയ ശേഷം ADS ചെയർപേഴ്സൻ്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ സാക്ഷ്യപ്പെടുത്തൽ വാങ്ങി CDS ചെയർപേഴ്സൻ്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ മേലപ്പോടുകൂടി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ 11/11/2022 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ കുടുംബശ്രീ CDS അക്കൗണ്ടന്റ് ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് രേഖപ്പെടുത്തണം. അപേക്ഷ അയക്കേണ്ട വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ, ജില്ലാ പഞ്ചായത്തിൻ്റെ 2ാം നില, പട്ടം പാലസ് PO, തിരുവനന്തപുരം എന്ന അഡ്രസ്സിലേക്കാണ് അപേക്ഷ അയക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് കുടുംബശ്രീ സംസ്ഥാന മിഷനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ, മാനേജർ IT ആൻഡ് MIS പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ആദ്യം സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ടോട്ടൽ 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. നിയമന രീതി വരുന്നത് കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന തീയതി വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBA ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 7 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സ്കിൽ ഡെവലപ്മെൻറ്റ് മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രായപരിധി വരുന്നത് 45 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. 60,000 രൂപയാണ് പ്രതിമാസ ശമ്പളം ലഭിക്കുന്നത്. ജോലിയുടെ സ്വഭാവം വരുന്നത് കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കുന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന പദ്ധതിയുടെ പ്രവർത്തനങ്ങളുടെ ചുമതല, കൂടാതെ വാർഷിക കർമ്മ പദ്ധതികൾ തയ്യാറാക്കൽ, കർമ്മ പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഫീൽഡ് തലത്തിൽ നടപ്പിലാക്കൽ, നൂതന ആശയങ്ങൾ വികസിപ്പിക്കൽ തുടങ്ങിയവയാണ്.
അപ്പോൾ ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. 2000 രൂപയാണ് പരീക്ഷാ ഫീ വരുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 17/11/2022 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തത് മാനേജർ IT ആൻഡ് MIS പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. നിയമന രീതി വരുന്നത് കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ 31/3/2023 വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. അല്ലെങ്കിൽ MCA പോലുള്ള തത്തുല്യ യോഗ്യതയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഡാറ്റാബേസ് ആൻഡ് പ്രോഗ്രാമിംഗ് ജാവ ആൻഡ് .NETലുള്ള 3 മുതൽ 5 വർഷത്തെ വരെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. കുടുംബശ്രീയിൽ പ്രവർത്തന പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. പ്രതിമാസ വേതനം 50,000 രൂപയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിലേക്കും ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. 2000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 20/11/2022 വൈകുന്നേരം 5 മണി വരെയാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിങ്ങളുടെ ബയോഡേറ്റ സ്ക്രീനിങ് നടത്തി നിങ്ങളുടെ യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യരായവരെ അഭിമുഖത്തിന് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എഴുത്തു പരീക്ഷയും ഇൻ്റർവ്യൂവുമോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇൻ്റർവ്യൂവുമോ ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനുകളിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. പരീക്ഷാ ഫീസ് അപേക്ഷയോടൊപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു 2 പോസ്റ്റുകളുടെയും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.